അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഉമ്മായുടെ ജീവിതത്തിൽ മൊത്തത്തിൽ ദുഃഖങ്ങളുമായിട്ട് പേര് നടന്ന ഒരു ഉമ്മായിക്ക് ഇന്ന് ആ ഉമ്മായിക്ക് അത്യാവശ്യമെന്ന് പറഞ്ഞാൽ തല ചായ്ക്കാനൊരു കൂരയാണ്. ആ കൂരയ്ക്ക് വേണ്ടിയാണ് ഉമ്മ നിങ്ങളോട് കൈനീട്ടുന്നത്. ആ ഉമ്മയിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ കാര്യങ്ങളറിയാം. അസ്സലാമു അലൈക്കും. എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാം എന്നെ സഹായിക്കണം. പിന്നെ ഞാൻ 3 സെൻറ്റ് വസ്തു വാങ്ങിയിട്ടിട്ടുണ്ട്. അതിൽ ഇതുവരെ എനിക്കൊരു വീട് വയ്ക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ ഭർത്താവ് മരണപ്പെട്ട്, എൻ്റെ 2 ആമക്കളും മരണപ്പെട്ടു. എനിക്കൊരു മോളുണ്ട്. മോൾക്കും ജീവിക്കാനുള്ള ഒരു നിവൃത്തിയില്ല. 2 മക്കളും ഉണ്ട്. എന്നെ എല്ലാവരും കൂടി, ഈ വീഡിയോ കാണുന്നവരെല്ലാം എന്നെ സഹായിക്കണം. എനിക്കൊരു ചെറിയൊരു വീട് വെച്ച് തരാനുള്ള എല്ലാ സഹായവും നിങ്ങൾ തരണം. എനിക്ക് 10-30 വർഷം കൊണ്ട് ഞാൻ വാടകയ്ക്ക് കിടക്കുക. ഇപ്പം എനിക്ക് വാടക അടക്കാനില്ലാഞ്ഞ് ഞാൻ ഒരേ വീട് തോറും കയറി കിടക്കുക. അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പോൾ എല്ലാവരും കൂടി എന്നെ സഹായിച്ച് ഞാനിപ്പോൾ ഒരു 3 സെൻറ്റ് വസ്തു മേടിച്ച് 2 വർഷമായി. ആ വസ്തു ഇങ്ങനെ എന്നെ കാടും പിടിച്ച് കിടക്കുക. ഞാൻ പല വീട് തോറും കയറി ഇങ്ങനെ രാത്രി പോയി കിടക്കുക. എനിക്കും എൻ്റെ മോക്കും ഇപ്പോൾ കിടക്കാനൊരു സ്ഥലമില്ല. മോൾക്ക് 2 മക്കളുണ്ട്. ഒരു നിവൃത്തിയില്ല. ഞാനൊരു രോഗിയാണ്. എനിക്ക് 2 ഓപ്പറേഷൻ പറഞ്ഞേക്കോ. ഞാനൊരു രോഗിയാണ്. എനിക്ക് 10 രൂപ എടുത്ത് മരുന്ന് മേടിക്കാനോ കഴിക്കാനോ ഇല്ലാത്ത ഒരു നിവൃത്തിയിൽ ഞാനിപ്പം നിൽക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം എന്നെ സഹായിക്കണം. ഒരു കൊച്ചൊരു വീട് എനിക്ക് നിങ്ങളെല്ലാവരും കൂടി വെച്ച് തരണം. ഉമ്മയുടെ അവസ്ഥ ഇപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ അവസ്ഥ എല്ലാവരും ഒന്ന് പരിഗണിച്ച് ഈ പറയുന്ന കണക്ക് അവർക്ക് വീട് വെക്കാനുള്ള സഹായങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യമായി ഈ പറഞ്ഞ അവരെ കെട്ടിയവൻ മരിച്ച്, 2 ആൺമക്കളായിരുന്നു. മക്കളും മരിച്ച്. അവർ അസുഖക്കാരിയാണ്. അതുകൊണ്ട് ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാ പൊതുജനങ്ങളും ഇവർക്ക് വേണ്ടി വീട് വെക്കാനുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുത്ത് സഹായിക്കണം. ദൈവത്തിൻ്റെ നന്ദി കിട്ടും എല്ലാവരും. അതുപോലെ ഈ പറഞ്ഞ കണക്ക് സഹായിക്കുന്നവർക്ക് എന്തായാലും ആർക്കൊരു പുണ്യം കിട്ടും. അതുകൊണ്ട് ഒരു 3 സെൻറ്റാണ് ഉള്ളത്. ഈ 3 സെൻറ്റിൽ വീട് വെക്കണം. ഇവർ എല്ലാ ദിവസവും പലരും വീട്ടുകളിൽ പോയി കിടക്കുകയാണ്. അവർക്ക് കിടക്കാൻ സ്ഥലമില്ല, വീടില്ല. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ഇതിന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മൾ ആ ഉമ്മായുടെ സങ്കടം കേട്ടതാണല്ലോ. ആ ഉമ്മായിക്ക് 3 സെൻറ്റ് സ്ഥലം നമ്മളെ കണ്ണനല്ലൂർ ഇടപ്പാൻ തോട്ടിൽ പല സുമനസ്സുകളുടെ സഹായത്തോടാണ് ഈ 3 സെൻറ്റ് സ്ഥലം വാങ്ങിയിരിക്കുന്നത്. ആ ഉമ്മായിക്ക് ഇനി 4 ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ ഫണ്ട് കിട്ടും വീട് വയ്ക്കാൻ വേണ്ടി. 4 ലക്ഷം രൂപയ്ക്ക് ഒരിക്കലും ഒരു വീട് വയ്ക്കാൻ കഴിയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഉമ്മായിക്ക് ഇപ്പോൾ പേസ്മെൻറ്റ് കെട്ടി പഞ്ചായത്തിൽ കാണിച്ചാൽ മാത്രമേ അവർ പഞ്ചായത്തിൽ നിന്നുള്ള ബാക്കി ഫണ്ടുകൾ കൈമാറുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നവർ ആ ഉമ്മായിക്ക് വേണ്ടി ഒരു പേസ്മെൻറ്റ് കെട്ടിക്കൊടുക്കാനുള്ള ഫണ്ട് നിങ്ങളെല്ലാവരും തരപ്പെടുത്തി കൊടുക്കുകയും അവരുടെ വീട് പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലുള്ള എല്ലാവരും ഒന്ന് സഹായിക്കുകയും ചെയ്യണം. അവർക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു. അവർ മരണപ്പെട്ടു പോയി. ഭർത്താവ് മരണപ്പെട്ടു പോയി. ഇനിയൊരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇതുകൊണ്ട്